ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പുഡിംഗ്. ഒരു കോഫി ഫ്ലേവർ വരുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് കുക്കിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ, ഒരു തരത്തിലുള്ള കുക്കിങ്ങും വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കോഫി ഫ്ലേവറിൽ വരുന്നതാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു ഡെസേർട്ട് വേണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളതുമല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഫി ഫ്ലോട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് പഞ്ചസാര മെൽട്ടാവണം. ഇവിടെ മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മൾ ബിസ്ക്കറ്റ്, നമുക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. പക്ഷേ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ക്രീം കളയണം. ക്രീം കളഞ്ഞിട്ട് എടുക്കണം. ഇതുപോലെയുള്ള ബിസ്ക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ കുറേ ബിസ്ക്കറ്റ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വെച്ചിട്ടുണ്ട് 1 കപ്പ് അല്ലെങ്കിൽ 250 ml വിപ്പിംഗ് ക്രീമാണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ വേണം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കോഫി മിക്സ് ഉണ്ടല്ലോ, അത് ചേർക്കാം. ചെറുതായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്രീമും റെഡിയാണ്. ഒരു കോഫി ഫ്ലേവറിലുള്ള ക്രീം. ഇത് നമ്മൾ നേരത്തെ ക്രീമൊക്കെ കളഞ്ഞു വെച്ച ബിസ്ക്കറ്റാണ്. അത് കുറച്ച് പാലിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് ഇതിൽ നിരത്തി വയ്ക്കാം. ഇതിപ്പോൾ ബിസ്ക്കറ്റ് മുഴുവൻ നിരത്തി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം ഒഴിക്കാം. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കാരണം ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ അതുപോലെ കോഫി ഫ്ലേവറും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഫ്ലേവറാണ്. ഒരു ലെയറോടെ ബിസ്ക്കറ്റ് വയ്ക്കാം. ക്രീം വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് വെക്കാൻ പോവുകയാണ്. നമ്മളിനി ഒരു ലെയർ ബിസ്ക്കറ്റ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം വയ്ക്കുകയാണ് ചെയ്യണേ കേട്ടോ. പാലിൽ മുക്കിയ ബിസ്ക്കറ്റ് വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം ഒഴിച്ചു. നമുക്ക് കുറച്ച് ജസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ, കോഫി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോഫി ഫ്ലോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് നല്ല ഫേമായിട്ട് കിട്ടും. നമ്മൾ പുഡിംഗ് കോഫി ഫ്ലോട്ട് സെറ്റായിട്ടുണ്ട്.
ഇതാ ഇപ്പോൾ നമ്മളെ പുഡിങ് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല, എന്നാൽ നമ്മൾ അധികം സമയം എടുത്തിട്ടില്ലല്ലോ. ഈ കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കല്ലേ എന്തായാലും ഇഷ്ടം. എന്താ പറയുക, നല്ല യമ്മി ആയിട്ടുള്ള നല്ല ഒരു പുഡിങ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.